ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദാബു സ്വലാഹ്, നിസ്കാരത്തിൻ്റെ അതബുകൾ. ഫൈദാ ഫറഗ്ത മിൻ തൊഹാറത്തിൽ ഹദതി, അശുദ്ധിയത്തൊട്ട് ശുദ്ധിയാകലിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ, തൊഹാറത്തിൽ ഹുബ്സി, നജ്സിൽ നിന്ന് ശുദ്ധിയാകലിനെ തൊട്ടും. എവിടെ? ഫിൽ ബദനി വ സിയാബിയൽ മക്കാനി, ശരീരം, വസ്ത്രം, സ്ഥലം, ഇത് മൂന്നും നജ്സിൽ നിന്ന് ശുദ്ധിയാകുക. അതും കഴിഞ്ഞാൽ ഓമിൻ സത്തിരിൽ ഔറത്തി, ഔറത്ത് മറക്കലിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, അത് പുരുഷനാവുമ്പോൾ സുറത്തിൽ റുക്ബത്തി, മുട്ട് മുതൽ മുക്കുകൾ വരെയാണല്ലോ പുരുഷൻ്റെ ഔറത്ത്. സ്ത്രീയാവുമ്പോൾ മുഖവും കയ്യും കഴിച്ച് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫസ്തഖ്ബിലിൽ കിബില, നീ കിബിലാക്ക് മുന്നിടണം, കായിമൻ നിന്നവനായിട്ട്. മുഫരിജം ബൈന കഥമയ്ക്കാൻ, എൻ്റെ രണ്ട് കാൽപാദങ്ങൾക്കിടയിൽ നീ വേറെടുത്തി വെച്ചവനാ നിലയിൽ. ബേസിലാ തൊള്ളുമുഹുമാ, രണ്ട് കാലുകളെ കൂട്ടി വെക്കാത്തവനാ നിലയിൽ. ഒരു ചാണെങ്കിൽ അകത്തി വെക്കണം, ചേർത്തി വെക്കരുത്. വസ്തുവി കായിമൻ, നിന്നവനായിട്ട് നീ ചൊവ്വാകണം, നേരെ നിൽക്കണം. ഇങ്ങോട്ട് വക്കറ എന്നിട്ട് ഓതണം കുൽ അഊദു ബിറബ്ബിന്നാസ്, കുല്ലാത്ത റബ്ബിന്നാസ് ഓതണം. തഹസ്സുനം ബിഹ, അതുകൊണ്ട് ഇനി ഒരു സുരക്ഷിതത്വം പിടിച്ചവനാകാൻ വേണ്ടി മിന ശൈത്താനിർ റജീം, റജീമായ പിശാചിനെ തൊട്ട്. വഅഹ്ളിർ ഖൽബക, എന്നിട്ട് നിൻ്റെ മനസ്സിനെ നീ ഹാജരാക്കണം. വഫർരിഖ്ഹു മിനൽ വസ്വാസി, അല്ലെങ്കിൽ വസാവിസി, പിശാച്ച് തോന്നിപ്പിക്കുന്ന മറ്റ് ചിന്തകളെ തൊട്ടൊക്കെ അതിനെ നീ വിരമി ഒഴിഞ്ഞതാക്കണം, കാലിയാക്കണം. വൻളുർ, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം. ബൈന യദൈ മൻ, ആരുടെ മുമ്പിലാണ് തഖൂമു, നീ നിൽക്കുന്നത് എന്ന് നീ ചിന്തിക്കണം. ഒമൻ, ആരോടാണ് തുനാജി, നീ സംഭാഷണം നടത്തുന്നത് എന്നിനിയും ചിന്തിക്കണം. വസ്തഹി, എന്നിട്ട് നീ നാണിക്കണം. എന്തിനെ തൊട്ട്? അൻ തുനാജിയ മൗലാക്കാൻ, നിൻ്റെ യജമാനോട് നീ സംഭാഷണം നടത്തലിനെ തൊട്ട്. ബി ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധമായ മനസ്സുകൊണ്ട്. ഇപ്പോൾ സദരി മഷ്ഹൂനിൻ ബി വസാബിസി ദുനിയ, ദുന്യവ്യാതായിരിക്കുന്ന ദുർബോധനങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട നെഞ്ചുകൊണ്ടും. ഖബായിഥി ഷഹവാത്ത്, വൃത്തികെട്ട പൂതികളെ കൊണ്ട് നിറക്കപ്പെട്ട. വായലം, നീ മനസ്സിലാക്കണം. വായലം, നീ അറിയണം. അന്നഹു അസവജല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തലിയുൻ അലാ സരീറത്തിക, നിൻ്റെ മനസ്സിൻ്റെ മേലിൽ എത്തി നോക്കിക്കൊണ്ടേയിരിക്കുന്നവനാണ്. വനാദിറുൻ ഇലാ ഖൽബിക്, നിൻ്റെ മനസ്സ് കൽബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവനുമാണ്. വഇന്നമാ തഖബ്ബലുല്ലാഹു സലാത്തക, നിൻ്റെ നിസ്കാരത്തിന് അള്ളാഹു സ്വീകരിക്കും. ബി ഖദ്രി ഖുശൂഇക, നിൻ്റെ ഭക്തിയുടെ തോതനുസരിച്ചും. വ ഖുളൂഇക, നിൻ്റെ പേടിയുടെയും വിനയത്തിൻ്റെയും. വ തവാളുഇക, നിൻ്റെ താഴ്മയുടെയും. ഫഅബ്ദുഹു, അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം. ഫി സലാത്തിക്കാൻ, നിസ്കാരത്തിൽ. കാന്നക തറാഹു, ഇനി അള്ളാഹുവിനെ കാണുന്നത് പോലെ. എന്തുകൊണ്ടെന്നാൽ ഫൈലം തക്കും തറാഹു ഫൈന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഫൈലം യഹ്ദുർ ഖൽബുക, നിൻ്റെ മനസ്സ് നീക്ക് ഹാജരായി കിട്ടുന്നില്ലെങ്കിൽ. ഫഹാദ, അത് ലി കുസൂരി മഅരിഫത്തിക, നിന്റെ ബോധം കമ്മിയായതുകൊണ്ടാണ്. ബി ജലാലില്ലാഹ്, അള്ളാഹുവിൻ്റെ ജലാല് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഗാംഭീര്യത കൊണ്ടും വലിപ്പം കൊണ്ടുമുള്ള നിൻ്റെ ബോധം കമ്മിയായതുകൊണ്ടാണ് നിനക്ക് ശ്രദ്ധ കിട്ടാത്തത്. അങ്ങനെ വരുന്നുവെങ്കിൽ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഫഖദ്ദിർ, നീ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക. അന്ന റജുലൻ സ്വാലിഹൻ മിൻ വുജൂഹി അഹ്ലി ബൈതിക്, നിൻ്റെ വീടിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട വാപ്പേ, എളാപ്പേ, വല്യാപ്പേ, മുത്താപ്പേ, ആരെങ്കിലും ഒരുപ്പെട്ട കാരണവന്മാരിൽപ്പെട്ടവർ, സ്വാലിഹായ ഒരാൾ യൻദുറു ഇലൈക, നിന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ സങ്കല്പിക്കുക. ലിയഅലമ, അയാൾക്ക് അറിയാൻ വേണ്ടി. കൈഫ സലാത്തുക, നിൻ്റെ നിസ്കാരം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ നിന്നെ നോക്കുന്നുണ്ട് എന്ന് മനസ്സ് കൊണ്ടുവരിക. ഫഇൻദ ദാലിക യഹ്ദുറു ഖൽബുക, ആ സമയത്ത് നിൻ്റെ മനസ്സ് ഹാജരാവുകയും തസ്കുനു ജവാരിഹുക, നിൻ്റെ അവയവങ്ങളൊക്കെ അടങ്ങുകയും ചെയ്യും. എന്നിട്ട് സുമർജു അലാ നഫ്സിക, നീ നിൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേൽ നീ എന്ത് ചെയ്യണം? ഒന്ന് മടങ്ങണം. വഖുൽ, സ്വന്തം നഫ്സിനോട് പറയാം. നഫ്സെ അയാമാ തസ്തഹി, നീ നാണിക്കുന്നില്ലേ? മീൻ ഖാലിഖിക്ക്, നിൻ്റെ യജമാനെ തൊട്ടും. മൗലാക്കി, നിൻ്റെ സൃഷ്ടാവിനെ തൊട്ടും യജമാനെ തൊട്ടും. ഇത് ഖദ്ദർത്തിത്തിലാ അബ്ദിൻ ദലീലിൻ, ഒരു നിന്ദ്യനായ ഒരു അടിമയുടെ എത്തിനോക്കലിനെ സങ്കല്പിച്ചപ്പോൾ. ഇതാ ഖദ്ദർത്തീനി, സങ്കല്പിച്ചപ്പോൾ. ഇത്തിലാ അബ്ദിൻ ദലീലിൻ മിൻ ഇബാദിഹി, അള്ളാഹിൻ്റെ അടിയാറുകളിൽപ്പെട്ട വളരെ നിന്ദ്യനായൊരു അടിമ എത്തിനോക്കലിനെ നീ സങ്കല്പിച്ചപ്പോൾ. അലൈക്കി, നിൻ്റെ മേലിൽ. ലൈസബി യദിഹി, ആ ആളെ കയ്യിലല്ലല്ലോ. ദുറുക്കി വല നഫ്ഉക്കി, നിൻ്റെ ഉപകാരമോ ഉപദ്രവമോ അയാളെ കയ്യിലല്ല. എന്നിട്ടും അങ്ങനത്തെ ഒരാൾ നോക്കുന്നുണ്ട് തഖ്ദീർ ചെയ്തപ്പോൾ. ഖശഅത്ത് ജവാരിഹുക്കി, നിൻ്റെ അവയവങ്ങളൊക്കെ നല്ല ഭക്തിയുള്ളതായി മാറിയല്ലോ. ഹസനതു സലാത്തുക്കി, നിൻ്റെ നിസ്കാരമൊക്കെ നല്ല മൊഞ്ചായല്ലോ. സുമ്മ ഇന്നക്കി താലമീന,
അപ്പം അതിൻ്റെ പുറമെ നീ അറിയുന്നവളാണല്ലോ അന്നഹു മുത്തലിയൻ അലൈക്ക്, ആ അള്ളാഹുവിൻ്റെ മേൽ എത്തി നോക്കുന്നവനാണ്. വലാ തഖ്ശഇൻ അളമത്തിഹി, ആ അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയ്ക്ക് നീ പേടിക്കുന്നില്ലല്ലോ. അഹുവ തആല, അള്ളാഹു തആലയാണോ അഹുവനു ഇന്ദക്കി, നിന്റെ അടുക്കൽ നിസാരമാണോ മിൻ അബ്ദിൻ മിൻ ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിയാറുപെട്ട അടിമനേക്കാൾ നിസാരനാണോ അള്ളാഹു നിന്റെ അടുക്കൽ? ഫമാ അശദ്ദ തുഗ്യാനക്കി വജഹ്ലക്കി, അങ്ങനെയാണെങ്കിൽ നിന്റെ താതായിരിക്കുന്ന ദുർമാർഗത്തിനെയും നിന്റെ വിഡ്ഢിത്തരത്തിനെയും ഇത്ര ശക്തിയാക്കിയ വസ്തു എന്താണ്? ഫമാ അഅ്ളമ അദാവത്തക്കി നഫ്സിക്കി, നീ നിന്റെ നഫ്സിനോട് തന്നെ ചെയ്യുന്ന ശത്രുത എത്ര വണ്ണമാക്കിയ വസ്തു എന്താണ്? ഫാലിജ് കൽബക്ക ബിഹാദിഹിൽ ലഹിയൽ, ഈ സൂത്രത്തിലൂടെ നിന്റെ മനസ്സിനെ നീ ഒന്ന് ശരിക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, പരിശോധിച്ച് നോക്ക്. ഫാസാഹു യഹ്ദുറമാക ഹസലാത്തിക്ക, നിന്റെ മനസ്സ് നിന്റെ നിസ്കാരത്തിൽ നിന്റെ കൂടെ ഹാജരായേക്കാം. ഫൈന്നഹു ലൈസ ലക മിൻ സലാത്തിക ഇല്ലാ മാ അകൽത മിൻഹാ, നിശ്ചയം കാര്യം നിസ്കാരത്തിൽ നിനക്ക് ലഭിക്കുകയില്ല മശറി ചെല്ലുമ്പോൾ അതിൽ നിനക്ക് ബോധം വന്ന ഒരു സന്ദർഭങ്ങൾ, സെക്കൻഡുകളല്ലാതെ. അമ്മാമാ അത്തൈത ബിഹി മാൽ ഗഫലത്തി വസ്സഹ്വി, അന്തംപടലോടുകൂടെയും മറവിയോടുകൂടെയും നീ കൊണ്ടുവന്നതൊക്കെ ഫഹുവ ഇലൽ ഇസ്തിഗ്ഫാരി വത്തക്ഫീരി അഹ്വജു, അത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലിലേക്കും അള്ളാഹുവിനോട് പാപം ഉറപ്പിക്കലിലേക്കും അഹ്വജു കൂടുതൽ ആവശ്യമായതാണ്. അങ്ങനെ മനസ്സ് ഹാജരായ ഞാൻ എന്താ വേണ്ടത്? ഫൈദാ ഹദറ ഖൽബുക ഫലാ തത്റുക്കിൽ ഇഖാമ.